നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. NSS SNDP ഐക്യം, അത് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളുണ്ടാക്കിയ ചലനങ്ങൾ, അത് തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം സജി ചെറിയാന്റെ വർഗീയ പരാമർശവും രാവിലെ മുതൽ വാർത്താ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. സമുദായ നേതാക്കളുടെ വിമർശനത്തിൽ സതീശന് പാർട്ടിയുടെ പിന്തുണ. സതീശൻ പറഞ്ഞത് പാർട്ടി നയമെന്ന് രമേശ് ചെന്നിത്തല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്, അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. കോൺഗ്രസിന്റെ അഭിപ്രായമെന്ന് കെ മുരളീധരൻ, ആക്ഷേപങ്ങൾ ഒഴിവാക്കണമെന്ന് സണ്ണി ജോസഫ്, ആരു വർഗീയത പറഞ്ഞാലും എതിർക്കുമെന്ന് ആവർത്തിച്ച് VD സതീശൻ. VD സതീശനെതിരായ വിമർശനത്തിൽ വിശദീകരണവുമായി NSS SNDP ഐക്യം VD സതീശനെതിരെയല്ല. വിഷയത്തിൽ ചിലർക്ക് അനാവശ്യ രാഷ്ട്രീയ പരിഗണന നൽകിയെന്നും ആരോപണം. ഐക്യം സ്വാഗതം ചെയ്ത് CPM-ഉം കോൺഗ്രസും. സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിൽ CPM നേതൃത്വത്തിന് അമർഷം. മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കോൺഗ്രസ്, പ്രസ്താവന തിരുത്താതെ സജി ചെറിയാൻ. ഒന്നര വയസ്സുകാരനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരി. കൊലപാതക കുറ്റം തെളിഞ്ഞു. ശരണ്യ സുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് കണ്ണൂർ തൈയിലെ വിയാനെ കൊലപ്പെടുത്തിയ കേസിൽ. കേരളത്തിന്റെ കുംഭമേളയ്ക്ക് നിളയുടെ തീരത്ത് തുടക്കം. ധ്വജാരോഹണം നടത്തി ഗവർണർ. സന്യാസിമാരും വിശ്വാസികളും തിരുനാവായയിലേക്ക്. രാവിലെ മുതൽ നിളയിൽ സ്നാനം തുടങ്ങി. സമൂഹമാധ്യമത്തിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും. അത് നല്ല ശിക്ഷ കൊടുക്കുന്നതാണ്, അതിൽ ജയിലിലിട്ട് അടയ്ക്കണം. ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്ക് വന്ന മാതിരി മറ്റുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെ വരരുത്. അതിനെ നുള്ളി കളയണം. അതിന് ബസ്സിൽ ദീപക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പ്രചരിപ്പിച്ച യുവതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡീആക്റ്റീവായി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തോട് വഴങ്ങാതെ സർക്കാർ. ആദ്യം തയ്യാറാക്കിയ പ്രസംഗം അതേപടി ലോക്ഭവന് തിരിച്ചു നൽകി. വിമർശനം ഒഴിവാക്കി നയപ്രഖ്യാപനം അവതരിപ്പിക്കാൻ ഗവർണർ. 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളന തുടക്കം. കരൂർ ദുരന്തത്തിൽ വിജയെ പ്രതിയേർക്കാൻ CBI. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയേക്കും. കുറ്റപത്രം ഫെബ്രുവരിയിൽ. താരത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സജി ചെറിയാന്റെ വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. പ്രസ്താവന അപകടകരമെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പരാമർശമെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം പരാമർശത്തിൽ CPM-നും അതൃപ്തിയുണ്ട്. വിവാദമായതോടെ വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്ത് വന്നെങ്കിലും പരാമർശം പിൻവലിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ മലപ്പുറത്ത് വന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മമറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. വിവാദ പ്രസ്താവനയിലൂടെ സജി ചെറിയാൻ വീണ്ടും CPM നേതൃത്വത്തെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മലപ്പുറത്തെയും കാസർഗോഡെയും തെരഞ്ഞെടുപ്പ് വിജയം നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണം എന്ന വിവാദ പ്രസ്താവന ഇപ്പോൾ ചൂടുപിടിച്ച ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമായി മാറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സജി ചെറിയാനെ എതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാണ് ഇത്തരം പരാമർശങ്ങൾ സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് VD സതീശനടക്കമുള്ള ആളുകൾ പറയുന്നത്. അത്തരത്തിൽ വിദ്വേഷ പ്രസ്താവന നടത്തുന്നത് കേരളത്തിനാകെ അപകടകരമായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് എന്നുള്ളതാണ് VD സതീശൻ വിമർശനമായി ഉന്നയിച്ചത്. മന്ത്രി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു, അദ്ദേഹത്തിന്റെ പരാമർശം അതാണ് സൂചിപ്പിക്കുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. അപ്പോഴും VD സതീശനോ പിണറായി വിജയനോ ഇല്ലാതായാലും കേരളം നാളെ ഉണ്ടാകും. അന്ന് ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ, വർഗീയമായ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്ന രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇതെന്നായിരുന്നു സജി ചെറിയാന്റേത് എന്നായിരുന്നു VD സതീശന്റെ ആരോപണം.
പിണറായി വിജയനും വി ഡി സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. CPM വർഗീയ രാഷ്ട്രീയത്തിന് മുതിരുന്നു എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ആദ്യം പരാമർശം നടത്തിയത് AK ബാലനാണ്, അതും മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു. ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയും അത് മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനമാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സജി ചെറിയാനെ നിയന്ത്രിക്കാൻ CPM നേതാക്കൾ തയ്യാറാകണമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. സജി ചെറിയാൻ പറയുന്നത് CPMന്റെ നിലപാടാണോ എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കണമെന്നുള്ളതാണ് KPCC അധ്യക്ഷൻ ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള നിലപാട് പാർട്ടിയുടെ നിലപാടാണോ സർക്കാരിന്റെ നിലപാടാണോ എന്ന് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും ഇതിനു മുൻപ് AK ബാലൻ നടത്തിയ പ്രഖ്യാപനങ്ങളുമെല്ലാം വളരെ ബോധപൂർവ്വം നടത്തുന്നതാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ആക്ഷേപിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാക്കിനും വാക്കിനും യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ CPM നേതാക്കന്മാർ തയ്യാറാകണം. ഇത് CPM പാർട്ടിയുടെ നിലപാടാണോ എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും വ്യക്തമാക്കണം. എന്നാൽ താൻ പറഞ്ഞ നിലപാട് വളച്ചൊടിച്ചതാണ് എന്നാണ് ഇപ്പോൾ സജി ചെറിയാൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, അതായത് പറഞ്ഞ നിലപാടുകളിൽ നിന്ന് സജി ചെറിയാൻ മാറുന്നില്ല, പക്ഷേ ആ കാര്യങ്ങളെ മറ്റു രീതിയിൽ ഇന്ന് അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. താൻ പറഞ്ഞ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. മുസ്ലിം മേഖലയിൽ ലീഗും ഹിന്ദു മേഖലയിൽ BJPയും ജയിക്കുന്നു. പാർലമെന്റിൽ BJPക്ക് ഒറ്റ മുസ്ലിം അംഗം പോലും ഇല്ല എന്നും സജി ചെറിയാൻ ഇന്നും പറയുന്നു. ഒപ്പം തന്നെ മതേതരത്വം പറയുന്ന പാർട്ടികൾ പരാജയപ്പെടുന്നുവെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നുമാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും താൻ ഇന്നലെ പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ മേഖലയിൽ ഉണ്ടായ വിജയം പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അവിടുത്തെ വർഗീയ ധ്രുവീകരണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വിവാദ പ്രസ്താവനയിൽ നിന്ന് സജി ചെറിയാൻ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് നോക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവിടെ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞ ഞങ്ങളുടെ പാർട്ടി കിട്ടിയത് ഒരു സീറ്റാണ്, CPM. ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് ഒരാൾ ജയിച്ചു. കോൺഗ്രസ് മതേതരത്വം പറയുന്ന പാർട്ടി കിട്ടിയ 2 സീറ്റാണ്. അവിടെ വർഗീയത പറഞ്ഞ BJPക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ 12 സീറ്റ് ജയിച്ചു. അവിടുത്തെ ലീഗ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് 22 സീറ്റ് ജയിച്ചു. ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. അതേസമയം സജി ചെറിയാന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വിവാദ പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വർഗീയ പരാമർശത്തിനെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നത്തെ ഒരു ശരീരഭാഷയിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരണം നൽകാതെ, അതായത് സജി ചെറിയാന്റെ ഈ വിവാദ പരാമർശത്തെ സംബന്ധിച്ച് പ്രതികരണം നൽകാതെ MB ഗോവിന്ദൻ ഒഴിഞ്ഞു മാറിയത് ഇതിന്റെ ഒരു സൂചനയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹം പ്രതികരണം നൽകിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയും മറ്റു കാര്യങ്ങളും പരിശോധിച്ചാൽ അതിനകത്തുള്ള ഒരു കൃത്യമായ അവമതിപ്പ്, പ്രത്യേകിച്ച് സജി ചെറിയാന്റെ ഈ നാവ് കൊണ്ടുള്ള CPMനെ വെട്ടിലാക്കുന്ന ഈ സംഭവങ്ങളോടുള്ള ഒരു അവമതിപ്പ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി, അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ, അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സജി ചെറിയാൻ കാസർഗോഡിനെ അപമാനിച്ചുവെന്നാണ് എന്നെ നെല്ലിക്കുന്ന് MLA ആരോപിച്ചത്. സംസ്കാരശൂന്യമായ പ്രതികരണമാണ്. മന്ത്രി സ്ഥാനത്ത് നിന്ന് സജി ചെറിയാനെ നീക്കം ചെയ്യണം. തൊഗാഡിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും നാവ് കടമെടുത്താണ് സജി ചെറിയാൻ പ്രതികരിക്കുന്നതെന്നും എന്നെ നെല്ലിക്കുന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത്. അപ്പോൾ ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ തൊഗാഡിയുടെ റോളാണ് എടുത്തിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാവ് ശ്രീ
സജി ചെറിയാൻ കടമെടുത്തിരിക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രീ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഒരു സംസ്കാര ശൂന്യമായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ നിന്നുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി നമ്മുടെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു വാർത്തയിലേക്ക് കടന്നാൽ NSS SNDP ഐക്യമുയർത്തുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ CPM. പാർട്ടി ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാട് മുൻപെങ്ങുമില്ലാത്ത വിധം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അതുണ്ടാക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് CPM ലക്ഷ്യമിടുന്നത്. ഐക്യത്തെ പുറമേക്ക് പിന്തുണയ്ക്കുന്നുവെങ്കിലും നീക്കത്തിൽ കോൺഗ്രസിന് ആശങ്കയുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകലുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ CPM-ഉം ഇടതുമുന്നണിയും നീക്കം നടത്തിയത്. അത് വിജയിച്ചില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. വീണ്ടും ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യപ്പെട്ടുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടായതുമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഹൈന്ദവ വോട്ടുകൾ പരമാവധി മുന്നണിയിലേക്ക് വന്നേ മതിയാകൂ. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെടുന്നതെന്ന് CPM തിരിച്ചറിഞ്ഞു. ഇത് കഴിഞ്ഞ ദിവസം SNDP NSS നേതാക്കളുടെ ഐക്യ ആഹ്വാനം, NSS SNDP ഐക്യ ആഹ്വാനം അതിനുള്ള ഒരു വഴിയായി CPM കാണുകയാണ്. വലിയ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ വലിയ താല്പര്യത്തോടു കൂടി അതിനെ പരസ്യമായി സ്വീകരിക്കുന്നെങ്കിലും അതുവഴി ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ നേട്ടം വോട്ട് തന്നെയാണ് CPM-ന്റെ ലക്ഷ്യം. മതേതര പാർട്ടിയാണ് CPM, എപ്പോഴും മതേതരത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഹൈന്ദവ ഐക്യം, പ്രത്യേകിച്ചും ഹൈന്ദവ സമുദായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക ശക്തികളുടെ ഐക്യം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് CPM ഉള്ളത്. അതുകൊണ്ടാണ് അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വരും, ആ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന ഒരു പ്രതികരണത്തിൽ മാത്രം CPM കാര്യങ്ങൾ നിർത്തുന്നത്. MP ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കളുടെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്. നസ്രാണി വരെയുള്ള ഒരു ഐക്യമെന്നാണ്. പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഐക്യം ശരിയാണോ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ടും വരട്ടെ. പക്ഷേ ഐക്യം ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ നടത്തിയ പരാമർശങ്ങൾ CPM-ന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് CPM എത്തിയത്. പൂർണ്ണമായും സജി ചെറിയാൻ തള്ളിപ്പറയുമ്പോഴും ഇതുവഴി ലഭിക്കാവുന്ന രാഷ്ട്രീയ നേട്ടം വോട്ട് CPM വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ UDF-ഉമായി അടുക്കുന്നു, ഇടതുമുന്നണിയിൽ നിന്ന് കൂടുതൽ അകലുന്നു. അപ്പോൾ തീർച്ചയായും ഇത്തരമൊരു ഐക്യ നീക്കത്തിന്റെ ഗുണഭോക്താക്കൾ തങ്ങൾ തന്നെയായിരിക്കുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. അവിടെ തന്നെ BJP-യിലേക്ക് വോട്ടുകൾ പോകാതിരിക്കാനുള്ള കരുതലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ വളരെ സംയമനത്തോടുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളിൽ നടത്തുന്നത്. കാരണം അതിന് അപകടം കൂടി അവർ തിരിച്ചറിയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത വിമർശനമാണ് രണ്ട് സാമുദായിക നേതാക്കളും ഉന്നയിച്ചത്. അത് പ്രതിപക്ഷ നേതാവിനെതിരെ മാത്രമുള്ള വിമർശനമോ തിരിച്ചടിയായി മാറില്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. പകരം അത് മുന്നണിയെ UDF-നെ ബാധിക്കാവുന്ന വിഷയമായി മാറുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ഈ നേതാക്കളെ തള്ളിപ്പറയാതെ എന്നാൽ പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്താതെയുള്ള കോൺഗ്രസിന്റെ ഒരു അടവ് നയം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSS-ന്റെ SNDP-യുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു നീക്കത്തിന്റെ കൂടുതൽ വ്യക്തത വരും. ആർക്ക് ഗുണം ചെയ്യുന്ന നീക്കമായി ഇത് മാറുമെന്ന് കണ്ടറിയണം. ഏതായാലും ന്യൂനപക്ഷങ്ങളെ അകറ്റാതിരിക്കാനും അവരെ ചേർത്ത് നിർത്താനും ശ്രമിക്കുമ്പോൾ തന്നെ ഈ ഭൂരിപക്ഷ വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് എത്തിക്കുക, അവിടെ BJP-യിലേക്കും കോൺഗ്രസിലേക്കും അത് വിഭജിച്ചു പോകുന്നതിന് പകരം അതിന്റെ ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷ ഐക്യത്തിന്റെ, അതായത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം, അത് തികച്ചും ഒരു ഹിന്ദു ഐക്യം മാത്രമായിട്ടല്ല, ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കൂടി CPM ലക്ഷ്യമിടുന്നുണ്ട്. അത്തരമൊരു ഐക്യ നീക്കം വരുമ്പോൾ അത് പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെതിരെ വർഗീയത ആരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധ നീക്കം CPM നടത്തുന്ന ആരോപിച്ചുകൊണ്ട് കോൺഗ്രസും അതിന്റെ പരമാവധി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് സാധ്യത. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ വിമർശനം ആയുധമാക്കാൻ കോൺഗ്രസിൽ തന്നെ നീക്കം ഉണ്ടായോ? UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതപ്പെടുന്ന സതീശനെതിരെ തിരിച്ചുവിടാൻ നീക്കമുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് ചില നേതാക്കളുടെ മൗനവും പ്രതികരണങ്ങളും. G. സുകുമാരൻ നായർ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയതോടെ ഇത്തരം നീക്കം നടന്നുവെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. സമുദായ നേതാക്കളുമായി പൊതുവിൽ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ VD സതീശൻ തുടക്കം മുതൽ വ്യത്യസ്തനാണ്. മറ്റു നേതാക്കളിൽ നിന്ന് വിഭിന്നമായി സമുദായ നേതാക്കളെ തള്ളിപ്പറയാൻ സതീശൻ നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ സുകുമാരൻ നായർ VD സതീശൻ്റെ കഴിഞ്ഞകാല ഇടപാടുകളടക്കം
കൃത്യമായി അണിനിരത്തിക്കൊണ്ട് ശക്തമായ നീക്കമാണ് നടത്തിയത്. ഇതോടുകൂടി VD സതീശനെതിരെ NSS എന്ന തരത്തിലേക്കാണ് വാർത്തകൾ വന്നത്. ഇത് ബോധപൂർവമായി ഇത്തരമൊരു നീക്കം നടത്താൻ കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ശ്രമമുണ്ടായി എന്ന തരത്തിൽ കൂടി അഭ്യൂഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് പുറത്തു വന്ന പല നേതാക്കളുടെ പ്രതികരണവും വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. G. സുകുമാരൻ നായർ VD സതീശനെ കടന്നാക്രമിക്കുമ്പോഴും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളോട് മൃദു സമീപനം സൂക്ഷിച്ചത് ഒരാളെ പിന്തുണച്ച് മറ്റൊരാളെ തള്ളിപ്പറയുക എന്ന തന്ത്രത്തിന്റെ ഭാഗം കൂടിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. നേതാക്കളിൽ ചിലർ ഇക്കാര്യത്തിൽ പുലർത്തിയ മൗനവും ചിലരുടെ പ്രതികരണവും പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം നീക്കം നടന്നു എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. അല്ല, അതിപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതൊന്നും ഞാൻ പറയേണ്ട കാര്യവുമില്ല. ഞാൻ ഒരു കാര്യം പറയാം. വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. UDF-ന് ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്നത് ഉറപ്പാണ്. VD സതീശനാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നയാൾ. അങ്ങനെയെങ്കിൽ NSSന്റെ വിമർശനങ്ങൾ VD സതീശനെതിരെ വഴിതിരിച്ചുവിടാനുള്ള നീക്കം ഇതിൻ്റെ കൂടെ ഭാഗമായിരുന്നു എന്ന വ്യാഖ്യാനം കൂടിയാണ് പുറത്തു വരുന്നത്. വിവാദങ്ങൾ ഈ തരത്തിലേക്ക് കടന്നതോടെയാണ് NSS ജനറൽ സെക്രട്ടറിക്ക് പുതിയ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നത്. അതായത് താൻ പൂർണ്ണമായും VD സതീശനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, മറ്റേതെങ്കിലും നേതാക്കൾക്ക് പിന്തുണ നൽകിയിട്ടില്ലെന്നും നിലപാടെടുക്കുന്നു. ഇതോടെ രമേശ് ചെന്നിത്തലയുടെ വാദങ്ങൾക്ക് കൂടിയാണ് തിരിച്ചടിയാവുന്നത്. ഫലത്തിൽ NSSന്റെ വിമർശനങ്ങൾ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഇടം നൽകി എന്നതാണ് വാസ്തവം. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണത്തിന്റെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് ഇടക്കാല റിപ്പോർട്ട്. ഇതിനിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അഖില തന്ത്രി പ്രചാരക് സഭയുടെ ഹർജിയിൽ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണ് തന്ത്രിസഭ ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് കോടതി വിമർശിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ശാസ്ത്രീയ പരിശോധനാ ഫലമുണ്ട്. ഇതുവരെ എന്താണ് കോടതിക്ക് മുന്നിൽ എത്താത്തതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമായ റിപ്പോർട്ടാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തെങ്കിലും പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? രഞ്ജിത്ത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇടക്കാല വിധി പുറത്തു വന്നിട്ടില്ല. ഇടക്കാല ഉത്തരവ് പുറത്തു വന്ന ശേഷമേ നമുക്ക് ഹൈക്കോടതി ഈ കാര്യത്തിൽ എന്ത് പരാമർശിച്ചു എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇനി 4 ആഴ്ച കൂടിയാണ് അന്വേഷണത്തിന്റെ ബാക്കിയുള്ളത്. ആ സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം, VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം, പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലും VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇതുവരെയും, അതായത് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടാണ് VSSC നൽകിയിട്ടുള്ളത്. അത് 98-ൽ വിജയമല്യയുടെ UB ഗ്രൂപ്പ് നൽകിയിട്ടുള്ള സ്വർണ്ണപ്പാളിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയും തമ്മിലുണ്ടായ താരതമ്യ പരിശോധനയാണ് നടത്തിയത്. ആ പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ശേഷം SITക്ക് കൈമാറിയത്. ആ റിപ്പോർട്ടാണ് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് A. രാജ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ദേവസ്വം ബെഞ്ച് അത് പരിഗണിച്ചത്. അവരാണ് ഈ കേസ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കുറച്ചാഴ്ചകളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി റിപ്പോർട്ടുകൾ, അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അഖിലതന്ത്രി പ്രചാരക സഭയുടെ ഹർജി കൂടി എത്തിയിരുന്നത്. അത് അതേസമയം നിശ്ചിതമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ അഖിലതന്ത്രി പ്രചാരക സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഹർജിക്കാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ലേ, വ്യക്തമായ ധാരണയില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണ് തന്ത്രിസഭ ഇത്തരം ആക്ഷേപം ഉയർത്തുന്നതെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഹൈക്കോടതി ഇതുവരെ 10 ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം CBI അന്വേഷണം ആവശ്യപ്പെടാൻ ഒരു കാരണവും ഉന്നയിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് കോടതി കാണിക്കുന്നത്. അതേസമയം പ്രതികൾ നിരപരാധികളാണോ എന്നുള്ള കാര്യവും കോടതി എടുത്തു ചോദിക്കുന്നുണ്ട്. വലിയ വിമർശനമാണ് ഈ അഖിലതന്ത്രി പ്രചാരക സഭയ്ക്ക് എന്തായാലും കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള. എന്തായാലും ഹർജി വീണ്ടും ഫെബ്രുവരി 4ലേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, വാജിവാഹനം കണ്ടെത്തിയ കാര്യം ഉൾപ്പെടെ, തന്ത്രിയുടെ പക്കൽ നിന്നും വാജിവാഹനം കണ്ടെത്തിയ കാര്യം ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി മുൻ ദേവസ്വം മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വാജിവാഹനം
ഈ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം, പ്രസിഡന്റിന്റെ നിർദ്ദേശം അങ്ങനെയായിരുന്നു. അതനുസരിച്ചാണ് കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷേ 2012 ഈ ബൈലോ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കാം എന്ന് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടും കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടും സൂചന ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ ഉള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും നിലപാട്. ദീപക് തെറ്റിയിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും കുടുംബം ആരോപിക്കുന്നു. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യുവതിക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. നേരത്തെ തന്നെ കുടുംബം അത് വ്യക്തമാക്കിയിരുന്നു. ആ സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടി മാത്രം കെട്ടിച്ചമച്ച ഒരു വീഡിയോ ആണെന്ന നിലപാടിലാണ് കുടുംബം ഉള്ളത്. ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാവുമെന്നും അവർ പറയുന്നു. ഒരുപക്ഷെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി മുന്നോട്ട് നീങ്ങുകയും അന്വേഷണ ഏജൻസികളടക്കം ഏൽപ്പിക്കുകയുമാണ് യുവതി ചെയ്യേണ്ടത്. മറുവശത്ത് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ കൂടുതൽ ഫോളോവേഴ്സിന് നേടുക, കൂടുതൽ ലാഭം സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും പറയുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും വീഡിയോ പ്രചരിപ്പിച്ചതിനും അടക്കം കേസെടുക്കണമെന്ന ആവശ്യത്തിലാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത്. പരാതിയായിട്ട് കോടതിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എല്ലാത്തിനും ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ മോൻ പോയിരിക്കുന്നു. അതിൻ്റെ എല്ലാ നടപടികളും അവരെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ വെറുതെ ആ പെണ്ണിനെ വിടാൻ പറ്റില്ല. അത് നല്ല ശിക്ഷ കൊടുക്കുമ്പോഴാണ് അതിൽ ജയിലിലിട്ട് അടയ്ക്കണം. അത് ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്ക് വന്ന മാതിരി മറ്റുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെ വരരുത്. രാവിലെ തന്നെ അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട്. അവരെ ഇന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പരാതി എഴുതി വാങ്ങിയിട്ട് അച്ഛൻ്റെ അമ്മേനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. അത് വേണ്ട രീതിയിൽ അത് ഞങ്ങൾ എല്ലായിടത്തും എത്തിക്കാനുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിന്റെ പരാതിക്കപ്പുറം പുറത്തുനിന്നും ധാരാളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. മെൻസ് കമ്മീഷൻ എന്ന ആവശ്യവുമായി നിരന്തരമായി സമരമുഖത്തുള്ള അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളൊക്കെ നടത്തിവരുന്ന രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ യുവതിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. യുവമോർച്ച അടക്കമുള്ളവർ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. സമൂഹ മാധ്യമങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള വാദം. യുവതി റീച്ചിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരമൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്ന ആരോപണമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. മറുവശത്ത് ആ കുട്ടിക്കെതിരായ കൃത്യമായ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന നിലപാട് ആണ് ഉണ്ടായതെന്നും അവർ വ്യക്തമാകുന്നു. എന്തായാലും ഇരുവശവും രണ്ട് ഭാഗവും പറഞ്ഞാണ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമായത്. കണ്ണൂർ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ചാണ് ഈ യുവാവ് തനിക്ക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പറഞ്ഞ് വീഡിയോ ചിത്രീകരിക്കുകയും അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് 20 ലക്ഷത്തിലധികം ആളുകളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ വീഡിയോ കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്ത്. ഇതിന് പിന്നാലെ മറ്റൊരു വിശദീകരണ വീഡിയോ യുവതി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ആദ്യം ഇറക്കിയ ഈ വീഡിയോ ദീപക് കണ്ടിരുന്നു. രണ്ടാമതിറക്കിയ ആ വീഡിയോയെക്കുറിച്ച് സുഹൃത്താണ് ദീപകിനോട് പറയുകയും അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം രാവിലെ ഈ കാര്യം വളരെ വിശദമായി സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയും ചെയ്യാമെന്ന് സുഹൃത്ത് പറയുകയും ചെയ്തു. എന്നാൽ രാത്രി ഈ രണ്ട് വീഡിയോകൾക്കും ലഭിക്കുന്ന ജനസമ്മതിയും ഒപ്പം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മോശം പ്രതികരണവും വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കാണ് ദീപകിനെ തള്ളിയിട്ടത്. ഇതേ തുടർന്നാണ് തിങ്കളാഴ്ച പുലർച്ചയോടുകൂടി വീട്ടിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ ദീപകിനെ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ഈ യുവതിയെ പ്രതി ചേർക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും തെളിവുകളടക്കം പരിശോധിച്ച്, അതായത് ബസ്സിലെ ജീവനക്കാരോടും ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരോടും അടക്കം വിവരങ്ങൾ ആരാഞ്ഞ് ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമാവും ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. ദീപകിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മിഷൻ മെൻസ് കമ്മീഷൻ. തനിക്കെതിരെ കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ നേരിട്ട് സംസാരിക്കാൻ സാധിക്കില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു.
ഈ പെൺകുട്ടിക്കെതിരെ അടിയന്തരമായി FIR ഇട്ട് കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണ, അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കണം. ദീപകിന്റെ മരണം കേരളത്തിലെ പുരുഷാവകാശ പോരാട്ടങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇനി ഒരു ദീപക് ഉണ്ടാവരുത്. കാര്യം നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളുള്ളതല്ലേ. നമ്മളിപ്പോ ഒരു കാര്യം കൂടെയുണ്ട്, ഞങ്ങൾ ആ ദീപകിന്റെ കുടുംബത്തിന് അവരുടെ കുടുംബത്തിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെർമിഷനോടുകൂടി ധനസഹായവും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അതേസമയം ശരണ്യയുടെ സുഹൃത്ത് 2ാം പ്രതി നിധിനെ കോടതി വെറുതെ വിട്ടു. 2ാം പ്രതിയെ നിരുപാധികം വിട്ടയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 1ാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിൻ്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത്. അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ. സുമേഷ് മോറാഴ വിവരങ്ങളുമായി ചേരും. സുമേഷ്, ഈ അമ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു, കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ കാമുകൻ ഒപ്പമുണ്ടായിരുന്ന ആളെ വെറുതെ വിട്ട പശ്ചാത്തലം കൂടിയുണ്ട്. എന്തെങ്കിലും പ്രത്യേക പരാമർശം കോടതിയുടെ ഭാഗത്തുണ്ടായോ ഈ കേസിൽ? രഞ്ജിത്ത്, ഇതിലെ 2ാം പ്രതിയായിട്ടുള്ള ഈ ശരണ്യയുടെ ആൺ സുഹൃത്ത് വാരം വലിയന്നൂരിലെ പുന്നക്കൽ ഹൗസിൽ നിതിനെതിരായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി ഈ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായ പരാമർശമാണ് ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് വേണ്ട തെളിവുകൾ വേണ്ട വിധത്തിൽ ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും 1ാം പ്രതിയായിട്ടുള്ള ശരണ്യയെ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ബുധനാഴ്ചയാണ് ഇവരുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. തളിപ്പറമ്പിൽ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KM പ്രശാന്താണ് കേസിന്റെ വിധി പറഞ്ഞത്. ഈ സംഭവം നടക്കുന്നത് 2020 ഫെബ്രുവരി 17 പുലർച്ചെയാണ്. ഈ കുട്ടിയുടെ പിതാവ് പ്രണവിനൊപ്പം കിടന്നുറങ്ങിയിരുന്ന കുട്ടിയെ ഈ കാമുകനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നാണ് കേസ്. ഇതിൽ നിർണായകമായ തെളിവുകൾ വന്നത് ഈ 2ാം പ്രതിയായിട്ടും അതായത് 1ാം പ്രതി ശരണ്യയുമായി ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം സാധിച്ചിരുന്നു. എന്നാൽ അത്തരം മതിയായ തെളിവുകളായിരുന്നില്ല 2ാം പ്രതിയായ ഈ ആൺ സുഹൃത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള മതിയായ തെളിവുകളല്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് അല്ലെങ്കിൽ വിലയിരുത്തലാണ് കോടതി നടത്തിയത്. ഏതായാലും ഇവർ ഈ ശരണ്യക്ക് എതിരായ വിധി ഏതായാലും ബുധനാഴ്ച പ്രഖ്യാപിക്കും. ശരി. പാലക്കാട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടിക്കൊന്നു. പരിക്കേറ്റ 4 വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മകളുടെ ഭർത്താവ് പോലീസ് പിടിയിലായി. ഇന്നലെ അർദ്ധരാത്രിയാണ് നാടിനെ നടുക്കിയ അരും കൊല. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ദമ്പതികളുടെ മകൾ സുൽഫിയത്തിന്റെ മുൻ ഭർത്താവ് റാഫിയാണ് ആക്രമിച്ചത്. ഇവരുടെ 4 വയസ്സുകാരനായ മകൻ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. റാഫിയും സുൽഫിയത്തും വേർപിരിഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച കേസ് കോടതിയിലാണ്. കുട്ടിയുടെ അവകാശം സംബന്ധിച്ച തർക്കമാണ് കൊലപാതക കാരണം. ഇന്നലെ ഏകദേശം 11 മണിക്കാണ് സംഭവമുള്ളത്. ഇതിലെ ഒരു പ്രതി മുഹമ്മദ് റാഫിയാണ് പേരുള്ളത്. ഇയാൾ ഇങ്ങോട്ട് വന്നു. 2 ആളുകൾ ഇവിടെ, ഇത് പ്രായമായിട്ടുള്ള 2 ആളുകൾ, അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ, പിന്നെ ഒരു കുട്ടി, 4 പേര് മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിച്ചു. നാസിർ പിന്നെ സൂറാണ് 2 ആളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. സുൽഫിയത്ത് കുഞ്ഞുമായി ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. നാട്ടുകാർ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ പള്ളി ഖബർസ്ഥാനിലെ ഓടി രക്ഷപ്പെട്ട യുവാവിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. ഇയാൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പോലീസ് ഇന്ന് റിപ്പോർട്ട് നൽകും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് റിപ്പോർട്ട് നൽകുക. SIT അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അന്വേഷണം പക്ഷപാതപരമാണെന്നാണ് കുടുംബത്തിന്റെ വാദം. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി.
നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തോട് പ്രതികരിക്കാതെ വഴങ്ങാതെ സർക്കാർ ആദ്യം തയ്യാറാക്കിയ പ്രസംഗം അതേപടി സർക്കാർ ലോക്ഭവന് തിരിച്ചയച്ചു നൽകി. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഒഴിവാക്കിയാകും നാളെ ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിക്കുക. നാളെയാണ് 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോഴാണ് നയപ്രഖ്യാപന പ്രസംഗങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ആദ്യ സമ്മേളനം ഗവർണറുടെ പ്രഖ്യാപനത്തോടുകൂടി നയപ്രഖ്യാപനത്തോട് തുടങ്ങുന്നത് പതിവായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി തന്നെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ വലിയ ചർച്ചയായി മാറിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ ശേഷമാണ്. കേന്ദ്ര സർക്കാരിനായ പരാമർശങ്ങൾ, സംസ്ഥാന സർക്കാരുമായുള്ള ഗവർണറുടെ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി കേന്ദ്രത്തിനെതിരെയുള്ള പരാമർശങ്ങൾ വായിക്കാൻ കഴിയില്ല എന്നുള്ളതും നയപ്രഖ്യാപന പ്രസംഗം തന്നെ നടത്തുന്നതിൽ സർക്കാരിനെ മുൾമുന നിർത്തിയുള്ള നീക്കങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരുന്നു. എന്നാൽ പലപ്പോഴും അദ്ദേഹം പിന്നീട് പ്രസംഗങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറായി. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറെ വന്ന ശേഷം അത്തരത്തിലൊരു ഏറ്റുമുട്ടലില്ല. കാര്യമായ സർക്കാരിനെതിരെ എതിർപ്പുകൾ, ഗവർണറുടെ എതിർപ്പ് സർക്കാർ തിരിച്ചുപോക്കെ പറയാറുണ്ടെങ്കിലും സർക്കാരിനെ തടസ്സമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ രണ്ടിടത്ത്, സംസ്ഥാന മന്ത്രിസഭ പാസാക്കി നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രണ്ടിടത്ത് കേന്ദ്ര സർക്കാരിന്റെ വിമർശനങ്ങളുണ്ട്. അത് ഒഴിവാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ട് നയപ്രഖ്യാപന പ്രസംഗം തിരിച്ചയക്കുകയായിരുന്നു. പക്ഷേ സർക്കാർ അതിന് തയ്യാറായില്ല. പകരം അതേ പ്രസംഗം തന്നെ ഗവർണർക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും ലോക്ഭവന് സർക്കാർ കൈമാറി. ആ പ്രസംഗം തന്നെ ഗവർണർ നാളെ സഭയിൽ വായിക്കേണ്ടി വരും. സർക്കാരിന്റെ നയമാണ് ഗവർണർ പ്രഖ്യാപിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്. ഏതായാലും കേന്ദ്ര വിമർശനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗം ഗവർണർ വായിക്കാനാണ് സാധ്യത. പൂർണ്ണമായും നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അത്തരം ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്തിയുള്ള നീക്കം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഭാഗത്തുണ്ടാകില്ല. പകരം കേന്ദ്ര വിമർശനമുള്ള ഭാഗം അദ്ദേഹം ഒഴിവാക്കിയാകും അവതരിപ്പിക്കുക. നാളെ രാവിലെ 9 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി നിയമസഭയുടെ 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം, ഈ അവസാന സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. ഒരുപിടി പ്രത്യേകതകളുള്ള സമ്മേളനമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ, സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു MLA-യും നിയമസഭ അയോഗ്യനാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത്തരമൊരു നീക്കമുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പാലക്കാട് MLA-ക്കെതിരെ അയോഗ്യതാ നീക്കം ഇടതുമുന്നണി ആരംഭിച്ചു കഴിഞ്ഞു. DK മുരളിയുടെ നോട്ടീസ് വൈകാതെ സഭാ സമ്മേളനം ആരംഭിച്ചാൽ വിഷയം സഭയിൽ ഉന്നയിക്കാൻ സ്പീക്കർ DK മുരളിക്ക് അനുമതി നൽകും. അത് പിന്നീട് എത്തിക്സ് ആൻഡ് പ്രിവേഴ്സ് കമ്മിറ്റിക്ക് വിടുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാകും. ഇടതുമുന്നണിക്കും അംഗസംഖ്യയിൽ ഒരു കുറവുമാകും അവരും സഭയിലേക്ക് എത്തുക. തൊണ്ടി മുതൽ തിരുമറി കേസിൽ ഇടതുമുന്നണിയുടെ MLA ആയിരുന്ന ആന്റണി രാജുവിനെ അയോഗ്യനാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കുറവും സഭയിൽ നിഴലിക്കും. സാമുദായിക നേതൃത്വങ്ങളുടെ SNDP NSS ഐക്യം, അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ CPM നീങ്ങുന്നുവെന്ന കോൺഗ്രസിന്റെ വിമർശനം, സജി ചെറിയാന്റെ പരാമർശവും AK ബാലന്റെ പരാമർശവും അടക്കമുള്ള വിഷയങ്ങൾ എല്ലാം കൊണ്ടും സഭ സ്വർണ്ണ കൊള്ള പുതിയ വഴിത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന സൂചനകൾ. CPM-നെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയ വിഷയത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൂടി അന്വേഷണം പോകുന്ന സാഹചര്യം. അങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ചയാകാൻ പോകുന്ന ഒരു നിയമസഭാ സമ്മേളനം. ഈ സഭാ സമ്മേളനം മാർച്ച് അവസാനം വരെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതിൽ പോലും. അതിനു മുമ്പ് തന്നെ നിയമസഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി നേരിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സഭാ സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത്. ശരി. കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയം നേടിയവരെയും അതിന് നേതൃത്വം നൽകിയവരെയും ഉൾപ്പെടുത്തി KPCC സംഘടിപ്പിക്കുന്ന വിജയോത്സവം മഹാപഞ്ചായത്ത് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 15,000-ലധികം പേർ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, കോൺഗ്രസിന്റെ ഒരു മുൻകൂട്ടിയുള്ള ഒരുക്കമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ്. നേരത്തെ തന്നെ പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. രാഹുൽ വരുന്നതോടെ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഒരാക്കം കൂടും അല്ലേ? തീർച്ചയായും രാഹുൽ ഗാന്ധിയെ അത്തരം നീക്കങ്ങൾക്ക് ഒരു ത്വരിതവേഗം പകരുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിനൊപ്പം തന്നെ കോൺഗ്രസിലെ ഉന്നത നേതൃത്വം സ്ഥാനത്തെയും പുറത്തെയും എല്ലാം തന്നെ ഉന്നത നേതൃത്വം അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. മഹാപഞ്ചായത്തിൽ ഇന്ന് ഏതാണ്ട് 15,000-ലധികം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളടക്കം ഇതിൽ പങ്കെടുക്കുന്നുവെന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയവർ, അതിനൊപ്പം നിന്നവർ, ഇവരെല്ലാവരെയും തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ
ഇവിടെ അണിനിരക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന സമ്മേളനത്തിൽ അണിനിരക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രാഹുൽ വൈകിട്ട് 4:30 തിരിച്ചു പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് മുൻപ് അദ്ദേഹത്തിന്റെ യാത്രാമധ്യയിലുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അദ്ദേഹം മലയാളത്തിന്റെ വലിയ എഴുത്തുകാരി ലീലാവതി ടീച്ചറെ വസതി സന്ദർശിക്കുകയും ഒപ്പം തന്നെ പ്രിയദർശിനി പുരസ്കാരം ടീച്ചർക്ക് സമ്മാനിക്കുകയും ചെയ്യും. തുടർന്ന് നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. മറൈൻ ഡ്രൈവിലെ വലിയ സദസ്സിനെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമുക്കറിയാം വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളടക്കം മുഴങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു മഹാറാലിയെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും സമുന്നതനായ നേതാവ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. പല കാര്യങ്ങൾക്കുമുള്ള മറുപടികൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും മുന്നോട്ടുള്ള പോക്കിൽ ഈ സ്ഥിരതയാർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിളക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. കേരളത്തിലെ തന്നെ KPCCയുടെ എല്ലാ നേതാക്കളും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുഴുവനായിട്ട് തന്നെ സമ്മേളിക്കുമ്പോൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ഇപ്പോൾ ഈ സാമുദായിക സംഘടനകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ഏൽക്കേണ്ടി വരുന്ന വലിയ രീതിയിലുള്ള വിമർശനം അതിന് കാര്യമായൊന്നും കോൺഗ്രസ് പ്രതിരോധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു ചർച്ചകളും നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി വരുന്നു. എങ്ങനെയാണത് അത്തരം സ്ട്രാറ്റജികൾ കൈകാര്യം ചെയ്യേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതിൽ ആ രീതിയിൽ കോൺഗ്രസിനെ അതിനെ ബാധിക്കാത്ത രീതിയിൽ ഇതിനെ മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് കഴിയുക, ഇതിനെ എങ്ങനെ മറുപടി നൽകാൻ കഴിയും, ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പ്രചാരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, അങ്ങനെ പല കാര്യങ്ങൾ സംബന്ധിയായി ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന് തന്നെ അതിൻ്റെ ഒരു വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലോക്സഭാ നേതാവ് തന്നെ ഇവിടെ എത്തി അവരെ അഭിസംബോധന ചെയ്യുക എന്നതിലൂടെ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്. ശരി. കേരള കുംഭമേളയായ നിള മാഘ മഹോത്സവത്തിന് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധ്വജം ഉയർത്തി. ഫെബ്രുവരി 3 വരെയാണ് നിള മഹോത്സവം. വൈകിട്ട് ഗംഗാ ആരതിക്ക് സമാനമായ നിള ആരതി നടക്കും. That is Mahamagha Utsava, Mahamagha festival is unique by itself. We all are reminded of the Kumbh Mela which are held in our north part of a country. And we are having it very own Kumbh Mela here. हमारा अपना कुंभ मेला यहाँ केरल में हो रहा है, इसकी मुझे बहुत बहुत खुशी है. आप सबको मैं बहुत बहुत अभिनंदन करता हूँ. CB അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, വലിയ ആഘോഷമാണ് നിലയുടെ തീരത്ത്. കേരളത്തിന്റെ മഹാകുംഭമേള വലിയ വിശ്വാസി പ്രവാഹമടക്കമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, പ്രാർത്ഥനാരവങ്ങൾക്കും നാമജപങ്ങൾക്കും ഇടയിലായിരുന്നു ഗവർണറുടെ ഈ ഒരു പതാക ഉയർത്തൽ ചടങ്ങ്, ധ്വജാരോഹണ ചടങ്ങ് നടന്നത്. 11:50 ആ ചടങ്ങ് പൂർത്തീകരിച്ചത്. അതിനുശേഷം നടന്ന പൊതുസമ്മേളനത്തിലും അദ്ദേഹം സംസാരിച്ചു. ഈ ഒരു വീണ്ടെടുപ്പാണ്, സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഈ ഒരു മാഘ മഹോത്സവത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്നും ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ച ആ സനാതനധർമ്മത്തിൻ്റെ തുടർച്ചയാണ് ഇതെന്നും ഇതാർക്കും എതിരല്ലെന്നും നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോകുന്നതാണ് സനാതനധർമ്മം എന്ന് അദ്ദേഹം ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇതുതന്നെയായിരുന്നു. ഇനി അടുത്ത മാസം 3-ാം തീയതി വരെയാണ് ഈ ഒരു ഉത്സവം ഉണ്ടാവുക, മാഘ മഹോത്സവം ഉണ്ടാവുക. ഇന്ന് വൈകുന്നേരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങുള്ളത്. അത് നിള ആരതിയാണ്. ഗംഗാ ആരതിക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത് സംഘടിപ്പിക്കുക എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കാശിയിൽ ഈ ഒരു ഗംഗാ ആരതിക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെയും എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് സമാനമായ ഗംഗാ ആരതിക്ക് സമാനമായ വാദ്യ മന്ത്ര വേദോച്ചാരണത്തിൻ്റെ അകമ്പടിയോടെ ചുവടുകളോടെ ആയിരിക്കും ഈ ഒരു നിള ആരതി ഉണ്ടാവുക. നമുക്കറിയാം എല്ലാ വർഷവും ചെറിയ തോതിൽ നിള മഹോത്സവം അല്ലെങ്കിൽ ഈ മാഘോത്സവം നടക്കുന്നുണ്ടെങ്കിലും ഇത്ര വിപുലമായ തോതിൽ നടക്കുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. ഒരുപക്ഷെ ഈ ഒരു നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തന്നെ ഒരു തീർത്ഥാടക പ്രവാഹവും വിശ്വാസികളുടെ പ്രവാഹവും അതിനപ്പുറം ഇത് കാണുവാനും അറിയുവാനുമുള്ള
സാധാരണ ആളുകളുടെ പ്രവാഹവും ഈ ഒരു ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടേക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇതിനോടൊപ്പം പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ ഒരു സുരക്ഷാ കാരണങ്ങളാൽ ഈ ഒരു സ്റ്റോപ്പ് മെമ്മോ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നെങ്കിലും അതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിനനുസരിച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദവും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നീളാതീരം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെ നീളാതീരം എന്നാണെങ്കിലും കുംഭമേളയ്ക്ക് സമാനമായ രീതിയിൽ മാഘമഹോത്സവത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങ് പൂർത്തിയായി. ഇന്ന് വൈകുന്നേരം നീളാരതിയാണ്. നാളെ മുതൽ വിവിധ യജ്ഞങ്ങളും വേദമന്ത്ര ഉച്ചാരണത്തോടെയുള്ള ചടങ്ങുകളും ഒക്കെ തന്നെ നടക്കും. ഫെബ്രുവരി 3-ാം തീയതിയാണ് ഇതിൻ്റെ സമാപനം. അതിനിടയിൽ 22-ാം തീയതി ഇവിടേക്കുള്ള ശ്രീചക്രം പൂജിച്ചുകൊണ്ടുള്ള രഥവും അത് തമിഴ്നാട്ടിലെ ഭാരതപ്പുഴ ഉത്ഭവസ്ഥാനം എന്നാണ് അതിൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ആ രഥവും 22-ാം തീയതി ഇവിടേക്ക് എത്തിച്ചേരും. CBI അനുമോദ വിവരങ്ങൾ. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയെയും പ്രതി ചേർക്കാൻ CBI. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്നാണ് സൂചന. ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് താരത്തിന്റെ 2ാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, ഈ 7 മണിക്കൂറോളം വൈകി വിജയ് ഈ സമ്മേളന സ്ഥലത്തെത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ല. മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ചോദ്യം ചെയ്യലിൽ CBIക്ക് അതൃപ്തിയുള്ളത്? രഞ്ജിത്ത്, ആദ്യഘട്ടത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ വിജയുടെ പല ഉത്തരങ്ങളിലും CBIക്ക് പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തിയില്ലായിരുന്നു. അതുതന്നെയാണ് 6 മണിക്കൂർ ആ ചോദ്യം ചെയ്യൽ നീളാനും പിന്നീട് 2ാമത്തെ ഒരു ദിവസം വിജയോട് ചോദ്യം ചെയ്യലിനോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. നിലവിൽ ഡൽഹിയിലുള്ള CBI ആസ്ഥാനത്ത് വിജയെയും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിൽ അന്ന് കരൂർ ദുരന്തം നടന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ചോദ്യം ചെയ്യുന്നത്. മുൻപ് ക്രമസമാധാന ചുമതലയുള്ള തമിഴ്നാട് ADGP ഉൾപ്പെടെ CBI ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ ചോദ്യം ചെയ്യൽ. നിലവിൽ ഈ 9 പോലീസ് ഉദ്യോഗസ്ഥരെയും വിജയെയും ചോദ്യം ചെയ്യുകയാണ്. വിജയ് പൂർണ്ണമായിട്ടും ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിനെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഈ പരിപാടിയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൈമാറിയിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് കടുത്ത ഉദാസീനത ഉണ്ടായെന്നും ഈ പരിപാടിയോട് പൂർണ്ണമായി സഹകരിച്ചില്ലെന്നുമാണ് വിജയ് പറയുന്നത്. ഇത് വിജയ് പൊതുവേദികളിൽ ഉന്നയിക്കുന്ന ഒരു സ്ഥിരം രാഷ്ട്രീയ ആരോപണത്തിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് CBIയോട് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് മറ്റ് TVK നേതാക്കളും CBIയോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മൊഴി എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. എന്നാൽ തമിഴ്നാട് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണെങ്കിലും വിജയ്ക്കെതിരെ ആരോപിക്കുന്നത് ഈ പരിപാടി ഇത്ര ജനകീയമായിട്ടുള്ള ഒരു പരിപാടിയാകും, ഇത്ര അധികം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും വിജയ് പോലീസിനോട് അറിയിച്ചിരുന്നില്ല എന്നാണ് ഈ പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അതായത് 10,000 പേർക്കുള്ള അനുമതി ചോദിച്ചിട്ടാണ് TVK ഈ സ്ഥലം തമിഴ്നാട് പോലീസിനോട് ചോദിച്ച് വാങ്ങുന്നത്. എന്നാൽ 10,000 പേരെന്ന് കണക്കുകൂട്ടിയെടുത്ത് 30,000 പേർ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇത്ര അധികം ജനങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തുമെന്ന് കൃത്യമായ വിവരങ്ങൾ അറിയിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ പോലീസുകാർ പരസ്പരം ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന പോലെ അതുപോലെ സമാനമായിട്ടുള്ള ഒരു വാക്കി ടോക്കി വിജയുടെ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇതുപയോഗിച്ച് കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തിയില്ല എന്നതും TVKക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. വിജയ്ക്കെതിരെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സാക്ഷി എന്നുള്ള നിലയിലാണ് വിജയെ ചോദ്യം ചെയ്യാനായി നേരത്തെ വിളിപ്പിച്ചിട്ടുള്ളത്. ആ വിജയെ ഇനി പ്രതിസ്ഥാനത്തേക്ക് മാറ്റും എന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയോടെ CBI ഈ കേസിൽ പൂർണ്ണമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കും. ആ കുറ്റപത്രത്തിൽ വിജയെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി പ്രതി ചേർക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും വിജയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇനി ചോദ്യം ചെയ്യൽ അവസാനിച്ച് തമിഴ്നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഇനി ഇലക്ഷനെ നേരിടാനുണ്ട് വിജയ്ക്ക്. അതിൻ്റെ ഭാഗമായിട്ട് TVKയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കണം. ഇത് സംബന്ധിച്ച് ഒരു 12-അംഗ സമിതിയെ രൂപീകരിച്ച് അതിൻ്റെ ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് ഈ CBI സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. TVK തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ചിരുന്നത്. ആ TVKയ്ക്കും വിജയ്ക്കും തന്നെ ഇതിപ്പോൾ തിരിച്ച് ഒരു കുരുക്കായി വരുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ശരി, അജയ് സുധാ ബിജു. BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരും പത്രിക നൽകാൻ സാധ്യതയില്ലാത്തതിനാൽ നിതിൻ നബീൻ പാർട്ടി അധ്യക്ഷരാകുമെന്ന് ഉറപ്പാണ്. നാളെയാകും ഔദ്യോഗിക പ്രഖ്യാപനം.
കൊല്ലത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. മുഖത്തലയിൽ യുവമോർച്ച പ്രവർത്തകരും മൂന്നാംകുറ്റിയിൽ കോൺഗ്രസ് പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. പെണ്ണിനെ പിടിക്കാം. രമ്യ ഹരിദാസിനെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയാൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ദളിത് കോൺഗ്രസ്. രമ്യയെ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് പ്രതിഷേധം. KPCC നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. രമ്യയ്ക്ക് തുടർച്ചയായി അവസരങ്ങൾ നൽകുമ്പോൾ മറ്റു നേതാക്കളെ തഴയുന്നുവെന്നാണ് ആരോപണം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ രമ്യ ഹരിദാസിന് നേരെ ഉണ്ടായെങ്കിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി അവസാനം രമ്യ ഹരിദാസിനെ പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ അവിടെയും പരാജയമാണ് രമ്യ ഹരിദാസിന് നേരിടേണ്ടി വന്നത്. അങ്ങനെ തുടർച്ചയായി രണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മുഖത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതാണ് ഈ ദളിത് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ചെറുവക്കൽ രാധാകൃഷ്ണൻ അടക്കം മൺമല രാധാകൃഷ്ണൻ, ചെറുവക്കൽ അർജുൻ ഉൾപ്പെടെയുള്ള ദളിത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ കാര്യങ്ങൾ അവർ KPCC നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം KPCC നേതൃത്വം അതിൽ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. എന്തായാലും രമ്യ ഹരിദാസിന് ഈ മണ്ഡലം, അതായത് ചിറയൻകീഴ് മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കണമെന്ന താല്പര്യത്തിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഈ വലിയ തരത്തിൽ തർക്കങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെ ഇതിനെതിരെ വ്യാപകമായി ഈ ദളിത് കോൺഗ്രസ് നേതാക്കളുടെയും സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മറ്റൊരു സുരക്ഷിത മണ്ഡലമുണ്ടോ, സംവരണ മണ്ഡലമുണ്ടോ എന്ന കാര്യം അടക്കം ചർച്ചകളിൽ നിറയുന്നത്. അങ്ങനെയാണത് അടൂരിലേക്ക് ആ ചർച്ചകൾ എത്തിയത്. പക്ഷേ അടൂരിൽ പന്തളം സുധാകരന്റെ പേരുകൂടി ചർച്ചകളിൽ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ രമ്യ ഹരിദാസിനെ എവിടെ മത്സരിപ്പിക്കും സുരക്ഷിതമായി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഒന്നുകിൽ കോങ്ങാട്, അതോടൊപ്പം തന്നെ തരൂർ, ഇങ്ങനെ രണ്ട് സംവരണ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. പാലക്കാട് ജില്ലയിൽ തന്നെ രമ്യ ഹരിദാസിനെ വീണ്ടും ആ മണ്ഡലങ്ങളിൽ എവിടേക്കെങ്കിലും പരീക്ഷിക്കുമോ, കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചകളിൽ നിറയുകയാണ്. അതേസമയം ചിറയൻകീഴുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്ന് തന്നെ, അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട PV അനൂപ് അടക്കം, അതായത് അനൂപ് മുൻ സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർവേകളിലൊക്കെ, റാൻഡമായി നടത്തിയ സർവേകളിലൊക്കെ അനൂപിന്റെ പേരിന് വീണ്ടും മുൻതൂക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നെയും ചർച്ചകളിൽ വി ശശിയെ നേരിടാൻ തുടർച്ചയായി 3 തവണ ചിറയൻകീഴിൽ നിന്ന് MLA ആയ CPIയുടെ പ്രതിനിധിയാണ് വി ശശിയെ നേരിടാൻ BS അനൂപിന് കഴിയുമോ എന്ന വലിയ ചർച്ചകൾ, സർവേകൾ അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഏജൻസികളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് 3-4 പേരുകൾ അവിടെ ഉയർന്നു വന്നത്. അതിൽ ആദ്യ പേരുകാരൻ BS അനൂപ് തന്നെയാണ്. മറ്റൊന്ന് G ലീനയാണ്. അതോടൊപ്പം KS ഗോപകുമാർ ഒരുപക്ഷെ മത്സരിക്കാൻ തയ്യാറായേക്കില്ല. അദ്ദേഹം ഇത്തവണ മാറി നിന്നേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം SM ബാലു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഇങ്ങനെ 3-4 പേരുകൾ ചർച്ചകളിലുണ്ട്. അതേസമയം വി ശശി ഒരുപക്ഷെ ഇത്തവണ മത്സരിച്ചേക്കില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരെയായിരിക്കും CPI അവിടെ രംഗത്തിറക്കുക? ഒരു യുവമുഖത്തെ ആയിരിക്കുമോ, അതോ ഒരു മുതിർന്ന നേതാവിനെ ആയിരിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അതിൽ ഒരു മത്സര ചിത്രം തെളിയും. എന്തായാലും രമ്യ ഹരിദാസിനെ ചിറയൻകീഴിലേക്ക് പരിഗണിക്കുന്നതിനെതിരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ, ദളിത് കോൺഗ്രസ് നേതാക്കൾ, സംഘടനകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഈ പ്രതിസന്ധി മറികടക്കാൻ രമ്യ ഹരിദാസിന് സുരക്ഷിതമായി പാലക്കാട് തന്നെ ഒരു സംവരണ മണ്ഡലം ഒരുക്കുമോ, അതോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ എതിർപ്പ് വകവയ്ക്കാതെ പരിഗണിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട യൂത്ത് ലീഗ് വിജയസാധ്യതയുള്ള 6 സീറ്റുകൾ നൽകണമെന്നാണ് ആവശ്യം. PK ഫിറോസ്, TP അഷ്റഫ് അലി, മുജീർ കാടേരി, VK ഫൈസൽ ബാബു തുടങ്ങിയവരുടെ പേരുകളാണ് നേതൃത്വത്തിന് സമർപ്പിച്ചത്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റാണ് യൂത്ത് ലീഗിന് നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അത് 6 സീറ്റാക്കി ഉയർത്തണമെന്നാണ് യൂത്ത് ലീഗ് നേതൃത്വം മുമ്പിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരാവശ്യം. കഴിഞ്ഞ തവണ അത് ഈ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളായിട്ടുണ്ടായിരുന്ന AK അഷ്റഫും നജീബ് കാന്തൂരും PK ഫിറോസുമാണ് മത്സരിച്ചത്. അതിൽ PK ഫിറോസ് മാത്രമായിരുന്നു പരാജയപ്പെട്ടത്. അതും ചെറിയ വോട്ടിനാണ് താനൂരിൽ വെച്ച്. പക്ഷേ ഇത്തവണ കുറേ കൂടി വിജയസാധ്യതയുള്ള വിജയിച്ച് കയറാമെന്ന് ഉറപ്പുള്ള 6 സീറ്റുകൾ വേണമെന്ന ഒരാവശ്യമാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. PK ഫിറോസ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, അതുപോലെ തന്നെ TP അഷ്റഫ് യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. യൂത്ത് ലീഗിൻ്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായ VK ഫൈസൽ ബാബു, അതുപോലെ തന്നെ മലപ്പുറം നഗരസഭയുടെ മുൻ ചെയർമാനായിരുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുജീബ് കാടേരി, യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറിയായ ഷിബു മീരാൻ എന്നിവർക്ക് സീറ്റ് നൽകണം. അവർക്കൊപ്പം തന്നെ MSFൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK നവാസിനെയും ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് യുവ വിഭാഗമായ യൂത്ത് ലീഗ് മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തവണ 6 സീറ്റിൽ സമ്മർദ്ദം ചെലുത്തി പരമാവധി 4 സീറ്റുകളിൽ നിന്ന് നേടിയെടുക്കണമെന്നൊരാവശ്യമാണ് യൂത്ത് ലീഗിനുള്ളത്. കഴിഞ്ഞ തവണ മത്സരിച്ചതേക്കാൾ 1 സീറ്റെങ്കിലും അധികം നേടണമെന്നൊരാവശ്യവും യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിജയസാധ്യതയുള്ള സീറ്റുകൾ, അതുതന്നെ PK ഫിറോസിന് കോഴിക്കോടോ കൊടുവള്ളിയോ വേണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുജീബ് കാടേരി ആണെങ്കിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് മലപ്പുറത്ത് P ഉബൈദുള്ള 3 ടേം പൂർത്തിയാക്കിയതാണ്. അദ്ദേഹത്തിന് പകരം മലപ്പുറത്ത് അവസരം നൽകണമെന്നൊരാവശ്യം ഉയരുന്നുണ്ട്. ഇനി അഥവാ PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറുകയാണെങ്കിൽ വേങ്ങരയിൽ മുജീബ് കാടേരിയെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ TP അഷ്റഫ് അലിയെ മഞ്ചേരിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. VK ഫൈസൽ ബാബുവിനെ താനൂരോ തിരൂരങ്ങാടിയോ മത്സരിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. PK നവാസ് വള്ളിക്കുന്ന് മേഖല കേന്ദ്രീകരിച്ചാണ്, അദ്ദേഹത്തിൻ്റെ വീട് വള്ളിക്കുന്നാണ്. അപ്പോൾ വള്ളിക്കുന്നിലെ നിലവിലെ MLA ആയിട്ടുള്ള അബ്ദുൾ ഹമീദ് മാസ്റ്റർ മണ്ഡലം മാറുകയാണെങ്കിൽ വള്ളിക്കുന്ന് അദ്ദേഹത്തിനെ പരിഗണിക്കുക, അതല്ലെങ്കിൽ താനൂരിലേക്ക് PK നവാസിന് അവസരം നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതുപോലെ തന്നെ ഷിബു മീരാൻ, അദ്ദേഹത്തിന് തെക്കൻ കേരളത്തിൽ എറണാകുളത്തും കൊല്ലത്തുമാണ് നിലവിൽ ലീഗ് മത്സരിക്കുന്നത്. അതിന് പുറമെ മറ്റേതെങ്കിലും ഒരു സീറ്റിനുള്ള സമ്മർദ്ദവും ലീഗിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് തെക്കൻ കേരളത്തിലേക്ക് ഷിബു മീരാനെ പരിഗണിക്കണം എന്നൊരാവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നേതൃത്വം നൽകണം എന്നൊരാവശ്യമാണ് സമ്മർദ്ദമായിട്ട് തന്നെയാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത് നേതൃത്വം എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും കഴിഞ്ഞ തവണത്തേക്കാൾ പ്രാതിനിധ്യം യൂത്ത് ലീഗിന് ഇത്തവണ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നേതൃത്വവും പങ്കുവയ്ക്കുന്നത്. മലപ്പുറം നിന്നും CB അനുമോദ്, ന്യൂസ് 18. കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ 2ാം ഘട്ട സമരത്തിന് തുടക്കം. കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപരോധ സമരത്തിൽ BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് AM അഷ്റഫ് MLA വ്യക്തമാക്കി. കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവിനെതിരെ ശക്തം പ്രക്ഷോഭ പരിപാടികളുമായാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് കലക്ടറേറ്റിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ജില്ലയിലെ MLA മാർ, അതായത് AKM അഷ്റഫ് MLA, അതോടൊപ്പം NA നെല്ലിക്കുന്നോ MLA, അതോടൊപ്പം CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തു. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. എന്തായാലും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് AKM അഷ്റഫ് MLA വ്യക്തമാക്കി. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ 5 MLA-മാരും ചേർന്ന് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും AKM അഷ്റഫ് MLA വ്യക്തമാക്കി. നാളെ നിയമസഭയിൽ കോളിംഗ് അറ്റൻഷനായി വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. 5 MLA-മാർ CM-നെയും PWD മിനിസ്റ്ററേയും ചീഫ് സെക്രട്ടറിയെയും ആരെയും കാണുന്നുണ്ട്. ബുധനാഴ്ച ഈ ആക്ഷൻ കമ്മിറ്റി സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ആ ഒരു ഹർജി അത് വന്നതിന് ശേഷമായിരിക്കും തുടർ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ ഈ വിഷയത്തിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്ക് നേരെ ഉന്നയിച്ചത്. അതായത് സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്നുൾപ്പെടെ രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. എന്തായാലും ബുധനാഴ്ച അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി കരുതുന്നത്. ഏതായാലും പ്രക്ഷോഭ പരിപാടികൾ ശക്തമായി മുന്നോട്ട് പോകുന്നു.
കഴിഞ്ഞ ദിവസം ടോൾ പ്ലാസയിലുണ്ടായ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കേണ്ട സാഹചര്യം വന്നു. അവിടെ സമരം അക്രമാസക്തമായി 500ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിയിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് കൂടിയാലോചനകൾ ഉണ്ടാവും. ഇന്ന് നടക്കുന്നത് 2ാം ഘട്ട സമരമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2ാം ഘട്ട സമരത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു. ഇനി അത് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. എന്നാലും വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള സമരമായിരിക്കും മുന്നോട്ട് പോകുക. ഏതായാലും BJP ഈ കാര്യത്തിൽ കേന്ദ്രമന്ത്രിയെ കാണും. ഈ പിരിവ് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു പ്രതികരണം BJPയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ച കൂടി ഈ ഒരു ടോൾ പിരിവ് വന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും BJP അത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഈ ആഴ്ച ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. കോടതിയിൽ വിഷയം വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇനി ഏത് രീതിയിലാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. സ്പെയിനിൽ അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 21 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കുണ്ട്. മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോയ ട്രെയിൻ പാളം തെറ്റിയതോടെയായിരുന്നു അപകടം. തെക്കൻ സ്പെയിനിലെ കൊർദോബ പ്രവിശ്യയിലെ അദാമൂസിലാണ് അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചത്. 300 പേരാണ് അപകടം സംഭവിച്ച ട്രെയിനിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം വൈകിട്ട് 6:40 മാഡ്രിഡിലേക്കുള്ള യാത്രാമധ്യേയാണ് ഇത് പാളം തെറ്റിയത്. തുടർന്ന് തൊട്ടടുത്ത ട്രാക്കിലെ ട്രെയിനുമായി കൂട്ടിയിടിച്ചു. ആഘാതത്തിൽ രണ്ടാമത്തെ ട്രെയിനും പാളം തെറ്റിയതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. 21 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹുവേൽവയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും മരിച്ചതായാണ് വിവരം. അപകടം കാരണം മാഡ്രിഡിനും ആൻഡലൂസിയയ്ക്കുമിടയിലെ എല്ലാ ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. ട്രെയിൻ പാളം തെറ്റാനുണ്ടായ കാരണമെന്തെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം നടന്നുവരുന്നതായി സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്ക് ക്ഷണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന സമാധാന പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഭാഗമാണിത്. ഇസ്രായേലുമായും പലസ്തീനുമായും ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യക്ക് ക്ഷണം കിട്ടിയത്. ഗാസയിലെ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനും ഭരണനിർവഹണത്തിനും 3 തലങ്ങളുള്ള സംവിധാനമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ട്രംപ് അധ്യക്ഷനായ പ്രധാന സമിതി ബോർഡ് ഓഫ് പീസിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചത്. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറാണ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് പുറത്തുവിട്ടത്. എന്നാൽ ഇന്ത്യ ഇതുവരെയും ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ബോർഡ് ഓഫ് പീസിലേക്ക് ട്രംപ് പാകിസ്ഥാനെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇസ്രയേൽ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ പലസ്തീൻ അനുകൂലമായ നിലപാടെടുത്തേക്കുമെന്ന് ഇസ്രയേൽ ഭയക്കുന്നു. ഒപ്പം ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളെ ക്ഷണിച്ചതിലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വിസമ്മതം പ്രകടിപ്പിച്ചു. ബോർഡ് ഓഫ് പീസിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽ പലസ്തീനും ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ കടന്നുവരവ് നിർണായകമാകുന്നത്. ഇസ്രയേലിനോടും പലസ്തീനോടും ഒരേപോലെ സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഇത് കാരണം ഇന്ത്യ ബോർഡ് ഓഫ് പീസിലേക്ക് കടന്നുവരുന്നത് 2 കൂട്ടർക്കും സ്വീകാര്യമാണ്. വൈറ്റ് ഹൌസ് വരും ആഴ്ചകളിൽ സമിതിയിലെ കൂടുതൽ അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,355, പവന് 1,06,840. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,060, പവന് 88,480. വെള്ളി ഗ്രാമിന് 305, കിലോയ്ക്ക് 3,05,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ടോം കുര്യാക്കോസ് ചേരും സ്പോട്ട് ലൈവ്.